ഹലോ ഹായ് പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിലെ മക്കളെ, നാളെ നടക്കാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാനേറെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നഅത്ത് മൻഉത്ത്. എന്താണ് നഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇസ്മിന് വിശേഷണം പറയുന്നതാണ് നഅത്ത്. മൻഉത്ത് എന്ന് പറഞ്ഞാലോ വിശേഷണം പറയപ്പെടുന്ന ഇസ്മാണ് മൻഉത്ത്. ആദ്യം വരേണ്ടത് മൻഉത്താണ് അഥവാ വിശേഷണം പറയപ്പെടുന്ന ഇസ്മാണ്, രണ്ടാമതാണ് അതിന് പറയുന്ന വിശേഷണം വരേണ്ടത്. ഓക്കെ ആണോ? ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേകത എന്താണ്? എങ്ങനെയാണോ മൻഉത്ത് കൊടുത്തത് അതേപോലെ തന്നെ നഅത്ത് വരണം. എന്ന് പറഞ്ഞാൽ മൻഉത്ത് വിശേഷണം പറയപ്പെടുന്ന ഇസ്മ അത് മുഫ്രദാണെങ്കിൽ നഅത്ത് മുഫ്രദാണ്, അത് മുസന്നയാണെങ്കിൽ നഅത്ത് മുഫ്രദാവണം, അത് ആണെങ്കിൽ ഇവിടെ ആണാവണം, അത് പിന്നെ മുഅന്നസ് ആണെങ്കിൽ ഇവിടെ നഅത്ത് മുഅന്നസ് ആവണം. അങ്ങനെയെങ്കിൽ എങ്ങനെ എഴുതേണ്ടത് നോക്കൂ. നിങ്ങൾ മൻഉത്ത് ആദ്യം വരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ മൻഉത്ത് കൊടുത്തിന് ഉദാഹരണം നോക്കൂ. അൽ ബിദില്ല, അൽ ബിദില, അതിൽ അല്ല് വന്നിരിക്കുന്നു, അപ്പൊ അതിന് കൊടുത്ത നഅത്തിലും അല്ല് വന്നു. ബിദിലതു ഹൗതനീസ് കൊണ്ട് അവസാനിച്ചു, അതിന് കൊടുക്കുന്ന നഅത്തും ഹൗതനീസ് കൊണ്ട് അവസാനിക്കണം. ഇങ്ങനെ അതാ അൽ മുദരിസു അന്നശീതു അൽ ഖലമു അൽ ജദീദു സുആലുൻ ജയ്യിദുൻ, സുആലിന്റെ അവിടെ അല്ലില്ല, അപ്പോൾ അതിന് കൊടുത്ത നഅത്തിലും അല്ലില്ല. ത്വബീബത്തുൻ ഹൗതനീസ് കൊണ്ട് അവസാനിച്ചു, അതിന് കൊടുത്ത നഅത്തും ഹൗതനീസ് കൊണ്ട് അവസാനിക്കണം. മദീനത്തുൻ ഖദീമത്തുൻ എന്ന് പറഞ്ഞാൽ മൻഉത്ത് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് നഅത്തും വരേണ്ടത്. ഓൾ ദി ബെസ്റ്റ്.